എന്റെ മോള് മോളെ 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 ഗുണ്ടകളെല്ലാം പോയി. എത്രയും പെട്ടെന്ന് മോളെ കൊണ്ട് പോവാൻ നോക്ക്. നിങ്ങളാരാ? അതൊന്നും പറയാൻ സമയമില്ല, വേഗം രക്ഷപ്പെട്. ഓക്കെ. മോളെ സോറി മോളെ മോളെ നിങ്ങൾ ഇങ്ങോട്ട് വാ, അവരിപ്പോ എത്തും. ഓക്കെ എന്തായി? മോളെ കുറിച്ച് വല്ല വിവരം കിട്ടിയായിരുന്നോ? പൃഥ്വി മോളെ കണ്ടെത്തിയിട്ടുണ്ട്. ഉടനെ അവരിങ്ങോട്ട് വരുമെന്നാ പറഞ്ഞു. സമാധാനായി. വിവരം അറിഞ്ഞപ്പോ തന്നെ ഓടി പിടിച്ചിങ്ങ് പോരുമായിരുന്നു. എന്റെ പഴവങ്ങാടി ഗണപതി, ഓടിയ ഓട്ടത്തിനൊരു കയ്യും കണക്കൂല്ല. അകത്തുണ്ട്. പാടി. മോളെ പൊന്നുമേ, മോളെ കുഞ്ഞിന് കിട്ടിയെന്നല്ലേ പറഞ്ഞേ? ഇനി നീ എന്തിനാ മോളെ ഇരുന്ന് കരയുന്നേ? അവളെ കാണാതെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല ചെറിയച്ച. എപ്പോ തുടങ്ങിയ കരച്ചിലാണെന്ന് അറിയോ? ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടില്ല ഇതുവരെ. ദൈവാനുഗ്രഹം കൊണ്ട് ധോനിമോൾക്ക് ഒരു ആപത്തും പറ്റിയിട്ടില്ലെന്നാ പൃഥ്വി പറഞ്ഞത്. പക്ഷെ ഇങ്ങനെ പോയ പൂർണിമ ചേച്ചി കരഞ്ഞു കരഞ്ഞ് എന്തെങ്കിലും വരുത്തി വെക്കുന്ന ലക്ഷണമുണ്ട്. സമാധാനായിട്ടിരിക്കും പൂർണിമ. മോൾ ഇപ്പൊ വരും. വാ ഇരിക്കെ. പൃഥ്വി മോളും പൊന്നുമേ അവരെത്തി. അയ്യോ, എന്റെ മോള് മോളെ 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 മോക്കൊന്നും പറ്റിയില്ലല്ലോ. മോളെ നിങ്ങൾ ഒരുപാട് വിഷമിപ്പിച്ചല്ലോ മോളെ. എന്റെ പൊന്നു മോളെ. വിഷമിപ്പിച്ചല്ലോ. എവിടെയൊക്കെ പോയത്? പൊന്നുമോളെ ഇവിടെ പോയിരുന്നു. മോളെ എവിടുന്ന തിരിച്ചു കിട്ടിയേ? കിട്ടിയിട്ടെന്നോ? മോള് സാരല്ല, പേടിക്കണ്ട കേട്ടോ. അയ്യോ, പൃഥ്വിക്ക് എന്താ പറ്റിയേ? അവര് പൃഥ്വി എന്തെങ്കിലും ചെയ്തോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല ഷീ. മോനെ അല്ല പറ. വെറുതെ പറയണ്ട. കണ്ടാ തന്നെ അറിയാം ആരൊക്കെയോ നിന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. കുഞ്ഞിനെ തിരിച്ചു കിട്ടില്ലേ? അത് മാത്രം നടന്നാ പോരെ നമുക്ക്? പൃഥ്വി മോളെ എവിടുന്ന കിട്ടിയത്? പൃഥ്വി ചേച്ചി, അത് പിന്നെ പറ പൃഥ്വി, ആരാ എന്റെ പിന്നില്? നീ ആ മേനോനെ കണ്ടില്ലേ? ഇല്ല, ഞാൻ മേനോനെ കണ്ടില്ല. ഞാൻ മേനോനെ കണ്ടില്ല.
എന്തുവാടാ നീ പറയുന്നേ? അപ്പൊ ധ്വനിമോൾ ആരുടെയിലായിരുന്നു? അത് പിന്നെ ശ്രീജ ദേ ധുനിമോളെ കൊണ്ടുവരുമെന്നും പറഞ്ഞു പോയ മഹതി മഹാനും വരുന്നുണ്ട്. അല്ല നിങ്ങൾക്കിതെന്തു പറ്റി? ദുർഗ വെറുതെ പൊങ്ങച്ചം പറയാനല്ലാതെ ഇവരെയൊക്കെ കൊണ്ട് എന്തിനു കൊള്ളാം? നിങ്ങൾ പറയുന്നതിലും കാര്യമുണ്ട്. പൃഥ്വിയെ പോലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ബന്ധങ്ങളൊന്നും ഞങ്ങൾക്കില്ലല്ലോ. അതെ, മേനോനെ പോലെ ഒരാളുടെ അടുത്തുനിന്നല്ലേ പൃഥ്വി മോളെ രക്ഷിച്ചോണ്ട് വന്നിരിക്കുന്നെ. അതാണ് എന്റെ സംശയം. മേനോനെ പോലൊരു വലിയ ഭീകരന്റെ കയ്യിൽ നിന്ന് പൃഥ്വി എങ്ങനെയാ കുഞ്ഞിനെ ഒറ്റയ്ക്ക് രക്ഷിച്ചത്? പറ പൃഥ്വി, നീ ഇങ്ങനെ എന്റെ ധ്വനിമോളെ രക്ഷിച്ചേ? അത് ചേച്ചി ഞാൻ പിന്നെ അത് എങ്ങനെ രക്ഷിച്ചു എന്നതില് എന്ത് കാര്യം? ഇതുപോലൊരു അവസരത്തില് റിസ്ക് എടുത്ത് കുഞ്ഞിനെ രക്ഷിച്ചതിലല്ലേ കാര്യം. ആ അത് ശരിയാ. പൃഥ്വിയുടെ ധൈര്യം സമ്മതിക്കാതെ പറ്റില്ല. സ്വന്തം ജീവൻ പോലും അപകടത്തിലാക്കിയിട്ടല്ലേ പൃഥ്വി ഇതൊക്കെ ചെയ്ത. അതെ അതെ, യു ആർ ഗ്രേറ്റ് പൃഥ്വി. ഈ കുടുംബത്തിന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായവനാ എന്റെ മോൻ. വാ മോനെ. വാ പൃഥ്വി. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അത് അമ്മ പറഞ്ഞത് ശരിയാ ചേച്ചി. ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും പൃഥ്വിക്ക് വലുത് പൂർണിമേച്ചയും ധ്വനിമോളുവാ. ശരിയാ. നമ്മുടെ കുഞ്ഞു വന്നാലും ധ്വനി കഴിഞ്ഞുള്ള സ്ഥാനമേ നമ്മുടെ കുഞ്ഞിനുണ്ടാവൂന്ന പൃഥ്വി എന്നോട് എപ്പോഴും പറയാറുള്ളത്. പൃഥ്വി മോനെ, എന്നോട് എങ്ങനെയാ ഞാൻ നന്ദി പറയേണ്ടെന്ന് അറിയില്ലടാ. എന്തിനാ ചേച്ചി, ഞാൻ എന്റെ കടമയല്ലേ ചെയ്തത്. നീ ചെല്ലു മോനെ, പോയി ചൂടുവെള്ളത്തിൽ കുളിക്ക്. കുഴമ്പ് വല്ലതും വേണമെങ്കിൽ അമ്മ പെരട്ടിത്തരാം. അതൊന്നും വേണ്ട, ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. നീ ചെല്ല് പൃഥ്വി, പോയി ഒന്ന് ഫ്രഷ് ആവ്. വാ.